ആ ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൽ വരദാനമാണ് ശബ്ദം. മലയാളത്തിൽ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേന്മഴയായിടും. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേന്മഴയായിടും. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. കൊച്ചി എന്ന സ്ഥലത്തങ്ങ് ജനിച്ചു. ചെമ്പയുടെ കീഴിൽ പോലും പാട്ട് പഠിച്ചു. സംഗീതത്തിൽ വളരുവാൻ അങ്ങ് ശ്രമിച്ചു. പക്ഷെ പലരും അന്നങ്ങയെ അവഗണിച്ചു. ഗുരുദേവൻ രചിച്ചൊരു ശ്ലോകവുമായി അങ്ങ് ഗായക ജീവിതം തുടങ്ങി വച്ചു. ഗായകരിൽ താരമായി മോദിച്ചുയർന്നു. പ്രഭ ചൊരിയുന്ന പെൺകുട്ടിയെ അങ്ങ് വരിച്ചു. തൂവെള്ള വസ്ത്രങ്ങൾ സ്ഥിരം ധരിച്ചു. ഗായകരിൽ പലരും അതനുകരിച്ചു. ഇന്ന് ലോകമറിയുന്ന ഗായകനായി അങ്ങ് പല പല ഭാഷയിൽ പാടിടുന്നു. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേന്മഴയായിടും. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. ശബരിമലയിലുള്ള സന്നിധാനത്തിൽ എന്നും അങ്ങയുടെ പാട്ട് കേട്ട് നടയടയ്ക്കൂ. ബഹുമതി അനവധി നേടിയെടുത്തു. അങ്ങ് മധുരിക്കും ഗാനങ്ങളാൽ മനം നിറച്ചു. സർവമത ഗാനങ്ങളും പാടി സ്തുതിച്ചു. പിന്നെ സർവമത സ്നേഹത്തിനും അങ്ങ് ശ്രമിച്ചു. താടിയുള്ള നിൻമുഖത്തെ ദിവ്യ തേജസ്സും ശരീരത്തിനെന്നുമുള്ള നവ്യവോജസ്സും 1000 ആണ്ടുകൾ പിന്നിടുവാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നിടുന്നു. സത്യൻ മുതൽ പൃഥ്വിരാജു വരെ അങ്ങ് പാടിയ പാട്ടിന് ചുവടുവച്ചു. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. മലയാളത്തിൽ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ